സൺസെറ്റായി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഈ സൺസെറ്റ് കാണുന്നതെന്ന് പറയാം. നമ്മൾ കുട്ടിക്കാലത്ത് ഈ ഈശ്വര സങ്കല്പം അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകും. അമ്മയുടെ അമ്മയായിരുന്നു എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിനോമിനാണ് നമ്മുടെ നേച്ചർ. കാരണം നേച്ചറിനെ നമുക്ക് ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ചിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ അതിജീവിക്കാനായിട്ട് നമ്മളോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഒരു ആശയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ത്രൂ ദിസ്. I forgot the hashtag campaign of that particular thing, but you just go through that. It's very interesting. എൻ്റെ കുട്ടിക്കാലത്ത് ആ കാണുന്ന ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം എടുത്തോന്നൊരു സംശയമുണ്ട്. ഒത്തിരി വർഷങ്ങൾ ഇങ്ങനെ നീണ്ട ഒരു പണിയായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങളെടുത്ത് പണി നടക്കുന്ന സമയത്ത് അപ്പോൾ ആ പാലത്തിന്റെ മണ്ടയ്ക്ക് വന്നു നിന്നിട്ട് ഇങ്ങനെ ഈ പൊന്നുംതുരുത്ത് നോക്കി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കയാക്കിംഗ് കൊണ്ട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അന്ന് ഈ ഫിഷർമെൻ അവരുടെ മക്കൾ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ഫിഷിംഗ് ബോട്ടിൽ ഇവിടെ കൂടെ ഇങ്ങനെ തുഴഞ്ഞു പോണ ഒരു സീനുണ്ട്. അതാണ് ഞാൻ എൻ്റെ ലോഗോയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ കണ്ട ഒരു സ്വപ്നമാണ് എന്തെങ്കിലും അതുപോലെ ഒരു കൊച്ചു വഞ്ചിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകണം, ഒരു സോളോ റൈഡായിട്ട് ഇങ്ങനെ പോകണമെന്നുള്ളത്. എന്തായാലും നമ്മൾ ആ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചതിൻ്റെ ഒരു ഫലമായിരിക്കും ഇന്ന് അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കയാക്കിംഗ് ഹബ്ബാണ്. അവിടെ തന്നെ ഏതാണ്ട് ഒരു 10-20 കയാക്ക് പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൽ വരുന്നത് ഇപ്പോൾ എനിക്കൊന്ന് കയാക്ക് ചെയ്ത് വരുന്ന ആളുകളുമുണ്ട്. വീക്കെൻഡ്സിലൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. മിക്കവാറും പല്ലാസോയിൽ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് ഞാൻ അവരോട് അക്കമ്പനി ചെയ്യും. അപ്പോൾ എനിക്കും ഇതൊരു പാഷനാണ്, നല്ലൊരു കാർഡിയോ വാസ്കുലർ വർക്കൗട്ടാണ്. അപ്പോൾ നമുക്കത് ഓവറോൾ ഹെൽത്തിലായിരുന്നാലും ഭയങ്കര ഒരു ബെനിഫിഷ്യലാണ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഇന്നത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് ഞാനിതിപ്പോൾ 3ാമത്തെ വീഡിയോ കണ്ടാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഫെസ്റ്റിവൽസിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, പണ്ട് എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ തൂക്കം എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് ഉണ്ട്. അത് ഈ ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. പക്ഷേ ഇവിടുത്തെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫിഷർമാൻ ആണ് തുടങ്ങി വെച്ചത്. അവർ ഇവിടെ വന്ന് ചിരട്ടയിൽ അതിൽ എണ്ണയൊന്നും ചേർക്കാതെ എള്ള് തിരി വെച്ച് വിളക്ക് വെച്ചിട്ട് കത്തിച്ച് ഇങ്ങനെ ഒഴുക്കും. അവരിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വരും, അവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എനിക്കും കത്തിക്കണം, പിന്നെ വൈഫിനും കത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയും കൂടെ വന്നിട്ടുണ്ട്. ആളവിടെ സെൽഫിയൊക്കെ എടുത്ത് തകർക്കുവാണ്. സൺസെറ്റായി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഈ സൺസെറ്റ് കാണുന്നതെന്ന് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത്, ഫോറിൻ ഗസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഫോറിനേഴ്സാണ് ഇതൊക്കെ ശരിക്കും ആസ്വദിക്കുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ കിടന്നിട്ട് ഞാൻ ഇത്ര ഏതാണ്ട് 40 വയസ്സായിട്ടാണ് 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടിയും ഇതിൻ്റെ ഒരു ആനന്ദമൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്. അതും ഒരു ഫോറിനർ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി വെള്ളമൊക്കെ പേടിയുള്ള ടൈപ്പാണ്. പക്ഷേ എങ്കിലും ആളെന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് വളരെ ഈസി ആക്കി. അപ്പം എനിക്കിത് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇത് നല്ല സേഫ് ആയിട്ടുള്ളൊരു സാധനമാണ്. സേഫ് തന്നെ നമ്മൾ ഇത്രയൊക്കെ ഒന്ന് അണിയവനായിട്ടൊക്കെ ബൗൺസ് ചെയ്താൽ ഇതിന് ഒരു കുഴപ്പവും വരത്തില്ല. കാരണം നമ്മുടെ ബോഡി നല്ല ലോക്ക്ഡായിട്ട് ഇതിലിരിക്കുക. പിന്നെ ഇത് നല്ല എയറോഡൈനമിക് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് പൊതുവേ ഈ കായക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ലൈഫ് ജാക്കറ്റ് എനിക്ക് ചൂടെടുക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ഊരി വെച്ചതാണ്. ലൈഫ് ജാക്കറ്റ് ത്രൂ ഔട്ട് ഇടേണ്ടതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒട്ടും ആഴമില്ലാത്ത സ്ഥലമാണ്, നമുക്ക് അത്രയും അറിയുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഊരി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഈ ഫിഷർമാൻ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി ശരിക്കും ഒരു പ്രകൃതി ആരാധന പോലെയാണ്. ഇവരുടെ ഒരു അന്നം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഫിഷിംഗ് ആണ്. അപ്പോൾ അത് സുലഭമായിട്ട് തരുന്നത് പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതി എന്ന് പറയുന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ. അത് പ്രകൃതീശ്വരനായിട്ടുള്ള പരമശിവനായിട്ടാണ് പൊന്നുംതുരുത്തിലെ ശിവൻ എന്നുള്ള സങ്കല്പം. ഇപ്പോൾ ശിവപാർവതി വിഷ്ണു ക്ഷേത്രമാണ്. പക്ഷേ എങ്കിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവനൊക്കെ വന്ന് തപം ഇരുന്നിട്ടുള്ള, ഗുരുദേവനൊക്കെ വന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിരുന്നിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതിനെയും ബാക്കിലുള്ള ഹിസ്റ്ററി, ബുദ്ധന്മാരെ കണ്ടൊക്കെ ഇവിടെ വന്ന് അവരിങ്ങനെ ഐസൊലേറ്റഡ് ആക്കിയൊക്കെ പാർപ്പിച്ച സമയത്ത് ഇവിടെ അവർ വന്ന് ഐസൊലേറ്റഡ് ആയിട്ട് താമസിച്ചിരുന്നു എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറയും. കാരണം അവരുടെ കുറേ ബുദ്ധ സ്റ്റാച്യൂസ്, അങ്ങനെയുള്ള കുറേ റിമൈൻസ് അങ്ങനത്തെ കുറേ സ്റ്റാച്യൂസൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിനുണ്ടാവാം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. എന്തോ അവിടെ നിന്നൊരു ഗ്രൂപ്പ് കയാക്ക് ചെയ്തിട്ട് അവർ പോവുക. അപ്പോൾ കയാക്കിംഗ് ആണ് ഏറ്റവും രസകരമായിട്ടുള്ള ആക്ടിവിറ്റി. കാരണം ഒരു ഡേഞ്ചറും ഇല്ല. നമ്മൾ ഈ ഒരു സേഫ്റ്റിയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നല്ല എൻജോയ് ചെയ്ത് നല്ല റിലാക്സ്ഡ് ആയിട്ട് കയാക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രകൃതി ആരാധനയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ കുട്ടിക്കാലത്ത് ഈ ഈശ്വര സങ്കല്പം അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകും. അമ്മയുടെ അമ്മയായിരുന്നു എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയത്. അവർ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ആ അമ്മയ്ക്കൊരു ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നത് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ഒരു ആർഡൻ്റ് ആയിട്ടുള്ളൊരു നേച്ചർ വർഷിപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ മാസത്തിലും ഒരു ഈ ആദിത്യന് പൊങ്കാല ഇടും. അതൊരു പർട്ടിക്കുലർ ഡേറ്റിൽ അവരുടെ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡേറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദിത്യന് പൊങ്കാല ഇട്ടിട്ട് അതിലിങ്ങനെ തെക കാണിക്കുമ്പോൾ തെക കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യന് സമർപ്പിക്കുകയാണ്. ഈ
പോറേജ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ തുളസി കതിരെടുത്ത് അത് നേദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചു വരുത്തി എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാം. അമ്മ അത് ചെയ്തതിന് ശേഷം എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. അപ്പം ഞാനങ്ങനെ അന്നേ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പല വിശ്വാസങ്ങൾ, നമ്മളൊരു വിശ്വാസം ഫോളോ ചെയ്യുന്നു, പല പല വിശ്വാസങ്ങളെ നമ്മൾ കാണുന്നു, അവരുമായിട്ടൊക്കെ നമ്മൾ സൗഹൃദം പുലർത്തുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു ഏകീക സ്വഭാവമുണ്ട്. മറ്റു മാർഗ്ഗങ്ങളൊന്നും നമ്മുടെ മുന്നിൽ കാണാതെ വരുന്ന ഒരു അവസ്ഥ, ഒരു അറ്റ്സി എന്നൊക്കെ പറയുന്ന കണക്കുള്ളൊരു അവസ്ഥ. ആ അവസ്ഥയിലാണ് നമ്മൾ ശരിക്കും എല്ലാം ഈശ്വരനെ സമർപ്പിക്കുന്നത്. കാരണം ബാക്കി ഒരു ലക്ഷ്യം കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം മറ്റാരും നമുക്ക് സഹായത്തിനുമില്ല. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നത് ഈശ്വരൻ എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പം അവിടെ പ്രത്യേകിച്ചൊരു മതത്തിൻ്റെ പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫിനോമിനലാണ് നമ്മുടെ നേച്ചർ. കാരണം നേച്ചറിനെ നമുക്ക് ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാം, പക്ഷേ പ്രകൃതിയെ നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ മാസിൽ ഇറങ്ങാനായിട്ട് കച്ച കെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഇലോൺ മസ്ക് വിചാരിച്ചാൽ അത് മിക്കവാറും ഒരു 10 വർഷത്തിന് ഇടയിൽ അത് സാധ്യമാകും. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യന് ഒരു ചെറിയ ഭൂചലനം ഇതെങ്ങനെ സംഭവിക്കുന്നു, അതെപ്പോൾ സംഭവിക്കുന്നു എന്നൊന്നും സംഭവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയുമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോഴും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഒരു ഭൂചലനം ഉണ്ടാവാം എന്ന് നമുക്ക് മനുഷ്യന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മൾ അന്യഗ്രഹങ്ങളും അന്യ പ്ലാനറ്റുകളിലും ഒക്കെ നമ്മൾ ചേക്കേറാനായിട്ട് കച്ചകെട്ടിയിരിക്കുന്നത്. അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പ്രതിഭാസമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചില ചോദ്യങ്ങൾക്ക് ഞാൻ കണ്ടെത്തിയ ഉത്തരമാണ്, നമുക്ക് പ്രകൃതിയെ ആരാധിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതായത് പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മൾ കഴിവതും പിന്മാറുക. അപ്പോൾ അതിന് ഒരു നല്ല ഉദാഹരണമായിട്ട് ഞാൻ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ 3 Idiots സിനിമയിൽ അമീർ ഖാൻ ചെയ്ത കഥാപാത്രത്തിന് അങ്ങനെ ഒരു റിയൽ കഥാപാത്രം ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് സോനം വാങ്ചുക് എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറിന് ആ ഒരു സംവിധായകനും അതിൻ്റെ ഒരു റൈറ്ററുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഡങ്കിയുടെയൊക്കെ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു കഥാപാത്രത്തിൽ, ഈ ഒരു റിയൽ ആയിട്ടുള്ള മനുഷ്യനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ ആ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അദ്ദേഹം ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ ലഡാക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടികളെ കൂടുതൽ ക്രിയേറ്റീവാക്കി വാർത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു കൊച്ചു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ആഹ്വാനം ചെയ്തിരുന്നു. ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കയറി നോക്കാം, ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ക്യാമ്പയിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എങ്കിലും അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിനെ അതിജീവിക്കാനായിട്ട് നമ്മളോട് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ഒരു ആശയമാണ്. ആ ചൂട് വർദ്ധിക്കുമ്പോഴാണ് ഗ്ലേസിയേഴ്സൊക്കെ പൊട്ടുകയും അവിടെ നിന്ന് വെള്ളം കൂടുതൽ വരികയും അവിടെ ഫ്ലഡ്സൊക്കെ ഉണ്ടാകുകയും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ദുരന്തമായി മാറുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഒരു കളക്റ്റീവായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടൊന്നും അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി അതിന് വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുക്കുക. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മുൻകൈയാണ്. അതായത് നമ്മൾ കഴിവതും പൊല്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള മെക്കനൈസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അതായത് നമ്മളൊരു 4 പേർക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 4 സീറ്റർ കാർ യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരു നിയമം ഓൾറെഡി സിംഗപ്പൂരിലുണ്ട്. പക്ഷേ ഇത് പല രാജ്യങ്ങളും അങ്ങനെ ഒരു നിയമം ഇംപ്ലിമെൻ്റ് ചെയ്തെങ്കിലും ഇത് കളക്റ്റീവാണ്. അതായത് ഭൂമിയെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും അത് ആപ്ലിക്കബിൾ ആക്കിയാൽ മാത്രമേ നമുക്കിത് എൻഡ് റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് ആ ഒരു ഞാൻ ഈ പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ ഫോളോ അപ്പ്, ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഫോളോ യു ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാമ്പയിൻ ഇൻ യുവർ ലൈഫ്. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാമ്പയിൻ. കാരണം സാധാരണ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ ഫണ്ട് റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതല്ല, ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും നിങ്ങളുടെ ആക്ടിവിറ്റീസിലും നിങ്ങളൊന്ന് ട്രാൻസ്ഫോം ആവുമ്പോൾ ദാറ്റ് വിൽ ഹെൽപ്പ് ദാറ്റ് കമ്മ്യൂണിറ്റി. അവിടെയുള്ള ആളുകൾക്ക് അതൊരു വലിയ സഹായമായി മാറും. നമ്മുടെ ദിനചര്യകളും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് അവർക്കൊരു എൻഡ് റിസൾട്ടായി മാറും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ത്രൂ ദിസ്. I forgot the hashtag campaign of that particular thing, but you just go through that. It's very interesting. ശരിക്കും ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ആ ഒരു ടോപ്പിക്കിലോട്ട് പോയതല്ല, അതും ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോയത്. അപ്പോൾ എന്തായാലും പ്രകൃതി ആരാധനയെക്കുറിച്ചുള്ള എൻ്റെ കൂടുതൽ സങ്കല്പങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അൾട്ടിമേറ്റ്ലി ഈ ഒരു ചാനലിൻ്റെ
പിന്നിലുള്ളൊരു ഫാക്റ്റ് സത്യത്തിൽ ഈ ഒരു പ്രകൃതിയാണ്, ഈ സ്ഥലമാണ് എന്നെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി കുറച്ചും കൂടെ ഒന്ന് ഓപ്പണായി മനസ്സിലുള്ള ആശയങ്ങളൊക്കെ പബ്ലിക്കായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. അപ്പോൾ ഈ ഒരു വൈബാണ് എന്നെ അതിലോട്ട് നയിക്കുന്നത് എപ്പോഴും. അത് എപ്പോഴെങ്കിലും ഈ ഒരു ചാനലിൽ റിവീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രകൃതി ആരാധനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഫർദർ ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ കടന്നു പോയിട്ടുള്ള വഴികളിലൊക്കെ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കുറേ സത്യങ്ങളെയൊക്കെ നമുക്ക് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഐ എം ഓൾസോ ട്രൈങ് ടു ഫിക്സ് ദാറ്റ് പസിൽ. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഓൾസോ ജോയിൻ. ഇനി എന്തായാലും ഇവിടെ വിളക്ക് കൊളുത്താനുള്ള സമയമൊക്കെ ആയി, ഒരു ബോട്ടിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്കൊന്ന് വിളക്കൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് അതൊക്കെ പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നമ്മളെ വിളക്കൊക്കെ ഒരുക്കാനുള്ള സാമഗ്രികളൊക്കെ ഇതിനകത്തുണ്ട്. വെള്ള ചിരട്ട, തിരിയൊന്ന് ഒരുക്കണം. ഇതുപോലെ കൊച്ചു വെച്ച് ചെറു വഞ്ചികളിലൊക്കെ വന്നിരിക്കുന്ന ഇവിടുത്തെ ഫിഷർമാനാണ്. ഞാനിതിപ്പോൾ 4ാമത്തെ തവണ കണ്ടാണ് അവരുടെ, 4ാമത്തെ അല്ല 5ാമത്തെ തവണ കണ്ടാണ് അവരോടൊപ്പം. ആദ്യമായിട്ട് അവർ ഇത് ചെയ്യുമ്പോഴേ ഞാൻ ആദ്യത്തെ തവണ ഇറങ്ങിയില്ല. ആദ്യം എനിക്കിത് ഭയങ്കര ഒരു ആശ്ചര്യത്തോടെ ഞാനിത് നോക്കിക്കണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അടുത്ത വർഷം മുതൽ ഞാൻ അവരുടെ കൂടെ അക്കമ്പനി ചെയ്ത് ബോട്ടിൽ വന്നു. പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് കയാക്ക് ചെയ്ത് വന്നു. കഴിഞ്ഞ വർഷം ഞാൻ കയാക്ക് ചെയ്താണ് വന്നത്. ഇതിനകത്ത് എനിക്ക് കയാക്ക് സ്പോൺസറായിട്ടാണ് കിട്ടുന്നത്. ബോട്ട് പോയതിൻ്റെ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ 3ാമത്തെ വിളക്കം റെഡിയായതാ. ഇതുപോലെ നമ്മളൊരു 6 തിരി റെഡിയാക്കിയിട്ടുണ്ട്. 2 കൂടെ ചെയ്യണം. 6 നമ്മുടെ കണക്ക് തവണ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിളക്കുകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു.